തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ പാലക്കാട് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ UAE-ലെത്തി. ഹ്രസ്വ സന്ദർശനത്തിനായി UAE-ലെത്തിയ സരിന് ഷാർജ എയർപോർട്ടിൽ സ്വീകരണം. ഇന്ന് വൈകുന്നേരം അജുമാൻ സോഷ്യൽ സെന്റർ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സരിൻ പങ്കെടുത്ത് സംസാരിക്കും. UAE-ലെ മാസ് എന്ന സംഘടനയാണ് സരിന് സ്വീകരണം ഒരുക്കിയത്. കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ ഗൃഹസമ്പർക്കം. BJPയുടെ വിജയസാധ്യത മുന്നിൽ കണ്ടാണ് കള്ളപ്പണ വിവാദത്തിൽ അന്വേഷണം നടത്താത്തതെന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. സംഘപരിവാർ നിർണായക പോരാട്ടം നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കും വിട്ടുനിൽക്കാനാകില്ല എന്നും കൃഷ്ണകുമാർ ന്യൂസ് 8നോട് പറഞ്ഞു. അമ്മയെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കണമെന്ന് K മുരളീധരൻ ആഗ്രഹിക്കുമോ എന്നും കൃഷ്ണകുമാർ ചോദിച്ചു. രാവിലെ വീടുകൾ കയറിയുള്ള പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനുള്ളത്. എങ്ങനെയുണ്ട്? വലിയ പ്രതീക്ഷയിലാണ്. വോട്ടർമാരെ കാണുന്ന സമയത്ത് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അവരുടെ നിരവധി പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് കുടിവെള്ളത്തെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്. പുഴയിൽ നിന്ന് നേരിട്ട് ഫിൽറ്ററിംഗ് പോലും ഇല്ലാതെ യാതൊരുവിധ ശുദ്ധീകരണം ഇല്ലാതെ നേരിട്ട് പുഴയിൽ നിന്നുള്ള പമ്പ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കുടിവെള്ളമായി കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ പോലെയുള്ള പദ്ധതികൾ 5 വർഷമായിട്ട് രാജ്യത്ത് നടപ്പാക്കി വരുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ഈ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് കുടിവെള്ളം ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം പോലും ലഭിക്കാനുള്ള അവസരം 2 മുന്നണികളും നൽകുന്നില്ല. ഇവിടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF കാലാകാലങ്ങളായിട്ട്. ഇവിടുത്തെ MLA ശ്രീ ഷാഫി പറമ്പില കഴിഞ്ഞ 13 വർഷമായിട്ട് എന്തുകൊണ്ട് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം പോലും ലഭിക്കാനുള്ള അവസരം നിഷേധിക്കുന്നു? ഈ പ്രാദേശികമായ പ്രശ്നങ്ങളാണല്ലോ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ പുറത്തു നോക്കുമ്പോൾ മറ്റ് കുഴഞ്ഞു മറിഞ്ഞ കുറെ കള്ളപ്പണത്തിന്റെ രാഷ്ട്രീയമൊക്കെയാണ്. അതൊക്കെ ഈ സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ റോഡ് കണ്ടില്ലേ, ഈ പ്രദേശത്ത് റോഡ് റിപ്പയർ ചെയ്തിട്ട് കാലാകാലങ്ങളായി. ഏറ്റവും സാധാരണക്കാരെ സംബന്ധിച്ചോളം അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ വലുത്. അവർക്ക് മറ്റുള്ള വിവാദ വിഷയങ്ങളെക്കാളും കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത് അവർക്ക് കുടിക്കാനുള്ള വെള്ളം, അവർക്ക് യാത്ര ചെയ്യാനുള്ള നല്ല റോഡുകൾ, ഇത്തരം വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാവേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ തങ്ങളുടെ പരാജയം മറച്ചുവെക്കാനാണ് ഇത്രയും കാലം ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച ആളുകൾ ആ പരാജയം മറച്ചുവെക്കാനാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തത്. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ വികസനമാണ്. സാധാരണക്കാരന്റെ ആവശ്യം എന്താ? അവന് കുടിക്കാനുള്ള വെള്ളം വേണം, അവന് യാത്ര ചെയ്യാനുള്ള നല്ല റോഡുകൾ വേണം. കർഷകനെ സംബന്ധിച്ചോളം അവന്റെ കൊയ്ത്ത് കഴിഞ്ഞാൽ അവന്റെ നെല്ല് സംഭരിക്കാനുള്ള നടപടികൾ വേണം. കള്ളപ്പണ വിവാദമൊന്നും അല്ല. അപ്പോ കള്ളപ്പണ വിവാദമൊന്നും അല്ല, അതെല്ലാം ഉണ്ട്. അതിനേക്കാൾ ഏറ്റവും കള്ളപ്പണ വിവാദം എല്ലാം ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യണം. ആ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. കൊയ്ത്ത് കഴിഞ്ഞിട്ട് 3 മാസത്തോളായി ഇവിടെ നെല്ല് സംഭരണം ആരംഭിച്ചിട്ടില്ല. ആ നെല്ല് സംഭരണം നടക്കാതിരുന്നാൽ ഇവിടെ കർഷകർ കൂട്ട ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം അവന്റെ നെല്ല് 19 രൂപയ്ക്കും 20 രൂപയ്ക്കും സ്വകാര്യ മില്ലുകൾ വാങ്ങിയിട്ട് പോകും. 1 ഏക്കർ കൃഷി ചെയ്താൽ 20,000-30,000 രൂപ അവന് നഷ്ടം വരും. കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ പിന്നീട് ബാക്കി ട്രോളി ബാഗ് മറ്റുള്ള വിവാദമൊക്കെ അവർക്ക് അത് ശ്രദ്ധിക്കാൻ സമയം കിട്ടും. കാലത്ത് എഴുന്നേറ്റാൽ കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ അതിനെക്കാട്ടും നീറുന്ന പ്രശ്നം വേറെ ഏതാ? ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കള്ളപ്പണ വിവാദമൊക്കെ ചർച്ച ചെയ്യണം. 2 മുന്നണികൾ ആ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യട്ടെ. അവർ ട്രോളി ബാഗിന് പിന്നില, അവർ കത്തിന്റെ പിന്നില. ഞങ്ങള് ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കള്ളപ്പണം ഒഴുക്കി പാലക്കാടത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന UDFന്റെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു.